ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. വാണീ നിൻ കൃപ കാണിടേണമതിനായേണാംഗബിംബാനനേ വീണേൻ തൊൽപദ പങ്കജത്തിലടിയൻ വാണീ മനോഹരിണി. വാണീ നിർജിത വേണുഗാനമധുരേ വാണീ ഗുണം നൽകുവാൻ വാണിയിടേണമതിന്നു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം നവാഹയജ്ഞം 9 ദിവസം നീണ്ടു നിൽക്കുന്നതാണ്. അതിൽ ദേവി ഭാഗവതത്തിലേതായ 318 അധ്യായങ്ങൾ പാരായണം ചെയ്യും. ദേവിയുടേതായ പല വിധത്തിലുള്ളതായ പൂജാവിധാനങ്ങളും ഇതിൽ വരും. ആചാര അനുഷ്ഠാനങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ് ദേവി ഭാഗവതം. അതുകൊണ്ട് ആ ദേവി ഭാഗവത നവാഹയജ്ഞത്തിൽ പങ്കെടുക്കുന്നത് വ്യത്യസ്ത തരത്തിലുള്ളതായ ദേവിയുടെ അനുഗ്രഹങ്ങൾക്ക് പാത്രീഭൂതരാവാൻ സാധിക്കും. കാളിയായിട്ടും ലക്ഷ്മിയായിട്ടും സരസ്വതിയായിട്ടും ഭ്രാമരിയായിട്ടും അതുപോലെ തന്നെ ശതാക്ഷി ആയിക്കൊണ്ടും ഒക്കെ ദേവിയുടേതായ ദുർഗയുടെ 9 നവദുർഗകളുടെ മഹത്വമായിക്കൊണ്ടും അതിനെ പറ്റിയതായ പൂജകളും അതാത് ദേവിമാരുടെ സാന്നിധ്യവും ഒക്കെ ഈ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ പ്രത്യേകതയാണ്. അങ്ങനെയുള്ളതായ ദേവി ഭാഗവതത്തിന്റെ മഹത്വം പറയുന്നു. ദേവി ഭാഗവതസ്യാദി ശ്ലോകാർദ്ധമേവച ഭക്തിയായശ്ച പടേ നിത്യം സദേവ്യോ പ്രീതി ഭവേത് എന്നാണ്. ഈ ദേവി ഭാഗവതം കേൾക്കുന്നത് വായിക്കുന്നത് ഒരു ശ്ലോകമെങ്കിലായാൽ പോലും ദേവിയുടേതായ അനുഗ്രഹത്തിന് പാത്രീഭൂതരാവാൻ പറ്റും. അങ്ങനെയുള്ളതായ ദേവി ഭാഗവത നവാഹയജ്ഞത്തിലേക്ക് പോവായിൽ നടക്കുന്നത്, ബോംബെയിലുള്ള പോവായിൽ നടക്കുന്നതായ യജ്ഞത്തിലേക്ക് ഈ മാർച്ച് 28 മുതൽ ഏപ്രിൽ 6 വരെയാണ് യജ്ഞം. അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം. ഗന്ധസാര ഘനസാര ചാരു നവനാഗവല്ലി രസവാസി